കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ED റെയ്ഡ് നടക്കുകയാണ്. സരീഷ് PK വിവരങ്ങളുമായി ചേർന്നു. സരീഷ്, കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ EDയുടെ റെയ്ഡ് കോഴിക്കോട്ടെ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും നടക്കുന്നത്. മുഹമ്മദ് റിയാസ് പക്ഷേ ഇവിടെ ഇല്ല. ഇന്ന് പുലർച്ചെയോടെയാണ് ഉദ്യോഗസ്ഥർ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. 2 വാഹനത്തിലെത്തിയ ഉദ്യോഗസ്ഥർ അകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് CRPFൻ്റെ കാവൽ ഉൾപ്പെടെയുള്ളവ ഉണ്ട്. അകത്തേക്ക് ആരെയും പ്രവേശനമില്ല. നേരത്തെ ഈ ആളുകൾ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ പുറത്തേക്ക് വരരുത്, അകത്ത് തന്നെ ഇരിക്കണം എന്നൊരു നിർദ്ദേശം CRPFിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിരുന്നു. ഈ കേരളത്തിൽ പല ഭാഗങ്ങളിലും, പക്ഷേ തിരുവനന്തപുരത്തെ വീട്ടിലും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് മുഹമ്മദ് റിയാസ്. കാരണം പ്രത്യേകിച്ച് ഈ കേസിൽ വീണ വിജയൻ്റെ ഭർത്താവ് എന്ന രീതിയിൽ ആരോപണ വിധേയന അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന ഒരു സാഹചര്യം മുഹമ്മദ് റിയാസിന് കൂടിയുണ്ട്. കാരണം മുഹമ്മദ് റിയാസിൻ്റെ അന്നത്തെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിരുന്നു. ആ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വീട്ടിൽ കൂടി, അതായത് നിലവിൽ ഈ വീട്ടിലേക്ക് വീണ വിജയൻ എത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെടലുകൾ ഇങ്ങോട്ടേക്ക് വരികയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ ഫയലുകളോ മറ്റോ ഇവിടെ സൂക്ഷിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് ED കണക്ക് കൂട്ടുന്നത്. കാരണം നിലവിൽ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും അതോടൊപ്പം തന്നെ ഇപ്പോൾ MLA ആയിരിക്കുമ്പോഴും ഒക്കെ ഔദ്യോഗിക വസതി അല്ലെങ്കിൽ വസതിയായി ഉപയോഗിച്ചിരുന്നത് ഇവിടെയാണ്. ഇങ്ങോട്ടേക്ക് വീണ വിജയൻ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഫയലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കാരണം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നത് പല അല്ലെങ്കിൽ ഈ CMRലുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾ നടത്തിയതിന് രേഖകളുണ്ട്. ആ രേഖകളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ ഫയലുകൾ എങ്ങോട്ട് മാറ്റി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു സംശയം കൂടി ഉണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ റിയാസിൻ്റെ ഗ്രേസ് എന്ന ഈ കോഴിക്കോട്ടെ ഈ വീട്ടിൽ കൂടി പരിശോധന നടക്കുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഏതാണ്ട് പുലർച്ചെ ഈ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥർ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഈ റിയാസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ എത്ര ഉദ്യോഗസ്ഥരാണ് ഇതിനകത്തുള്ളത് എന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധന നടക്കുന്നതോ എന്നോ ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും നടന്നില്ല. അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസിനെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ നിലവിൽ ഗവൺമെൻറ് പോലും റിയാസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫോ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. അതിനിടയിലാണ് ആരെയും അറിയിക്കാതെ ഉള്ള ഈ പരിശോധന എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വീടിനുള്ളിൽ കയറിയിട്ടില്ല അല്ലേ സരീഷ്? അതോ പുറത്തല്ലേ? നിലവിൽ വീടിനകത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് CRPFൻ്റെ കാവലുണ്ട്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പുറത്ത് കാവലുണ്ട്. അകത്ത് ചില ഫയലുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അകത്ത് ആളുകളുണ്ട്. പക്ഷേ ആരും തന്നെ നിലവിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നതാണ്. 2 വാഹനത്തിലെത്തിയ 2 ഇന്നോവകളിലെത്തിയ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഒന്ന് CRPFകാർ എത്തിയതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വാഹനത്തിലാണ് ED ഉദ്യോഗസ്ഥരുള്ളത്. ആ ED ഉദ്യോഗസ്ഥർ അകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അകത്ത് ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവരാരും തന്നെ അകത്ത് പ്രവേശിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അവരിൽ എത്ര പേരുണ്ട്, അതോടൊപ്പം തന്നെ ED ഉദ്യോഗസ്ഥർ എത്ര ED ഉദ്യോഗസ്ഥരുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്, അതോടൊപ്പം തന്നെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും നിലവിൽ മുകളിലത്തെ നിലയിൽ ഉൾപ്പെടെയുള്ള പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ CRPFിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ട്. ആ മുകളിലെ നിലയിൽ, അതായത് നേരത്തെ റിയാസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയാണ്, ആ മുകളിലെ നിലയിൽ ഉൾപ്പെടെയുള്ള പരിശോധന, ആ മുറിയിൽ ഉൾപ്പെടെ പരിശോധന ഇപ്പോൾ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ സമയം, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ റിയാസ് പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. ആ സമയത്തൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് വീണ വിജയൻ എത്തിയിട്ടില്ല. ഒരു ഘട്ടത്തിലും ഈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഔദ്യോഗിക രേഖകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ CMRL ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒന്നും തന്നെ ഈ വീടോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസോ ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ആരോപണ വിധേയനായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ നിലവിൽ